ദൈവനാഥൻ മാത്രമുണ്ടാവട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ വിശ്വസിക്കുന്ന ഇന്നത്തെ ഒരു ഷോർട്ട് മെസ്സേജാണ്. പക്ഷെ ഇതിനകത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോവാം. ഞാൻ വിശ്വസിക്കുന്ന ഇതൊരു സ്പെഷ്യൽ മൂമെന്റ് ആണ്. ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഈ മെസ്സേജിലൂടെ റിലീസ് ആകാൻ വേണ്ടി പോവാണ്. ദൈവം എന്നോട് സംസാരിച്ചൊരു വാക്യം, അതിലേക്ക് നമുക്ക് പോകാം. എഫേസ്യർ 6:10 6:10-11 വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളു. ആദ്യം തന്നെ ദൈവം നിങ്ങളോട് പറയുന്ന കാര്യം, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊള്ളു. നമുക്ക് ഒരിക്കലും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാര്യം, ഈ ഒരു മേഖല, ഒരു സ്പിരിച്വൽ മേഖല എന്ന് പറയുന്നത് ഒത്തിരി സ്ട്രഗിൾസ് നിറഞ്ഞ കാര്യമാണ്. ഒത്തിരി സ്ട്രഗിൾസ് അതിനകത്തുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളും. ഈ ആത്മീയ ലോകത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച നിങ്ങളെ കൊണ്ട് പറ്റാതെ. പക്ഷെ ദൈവത്തിന്റെ വാക്യത്തിൽ പറയുവാണ്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാം. നിങ്ങൾ കർത്താവിലേക്ക് വന്ന ആ സമയം തൊട്ട് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലൂടെ നിരന്തരമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം പറയുവാണ്, നിങ്ങൾ നിങ്ങളുടെ ശക്തിയല്ല, മറിച്ച് നിങ്ങളിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തന്നെ ശക്തിയെ നിങ്ങൾ ആശ്രയിക്കണം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ താഴും. പക്ഷെ ദൈവത്തിന്റെ ശക്തി, കർത്താവിൽ കൂടെയുള്ള വെറും ബലമല്ല, അമിത ബലത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ ആ അമിത ബലം, ആ മഹത്തായ ശക്തി വിശ്വസിക്കുന്ന നിങ്ങളിൽ കൂടെ വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം ശക്തീകരിക്കുകയാണ്. നിങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുന്ന ഒരു സീസൺ. ഇപ്പോൾ നിങ്ങൾ ബലഹീനരാണ്, പക്ഷെ നിങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുന്ന ഒരു സീസൺ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു സീസൺ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. രണ്ടാമത് പറയുവാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളും. ഇവിടെ പറഞ്ഞ കാര്യം, പിശാചിന് തന്ത്രങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യം പിശാചിന്റെ ആയുധങ്ങൾ എന്നല്ല, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത്. നമുക്ക് പലരുടെയും ചിന്ത എന്ന് പറയുന്നത്, പിശാച് നമ്മൾക്കെതിരെ വലിയ ആയുധം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രശ്നങ്ങൾ നമ്മൾക്കെതിരെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയാണ്, പിശാചിന്റെ കൈ തന്ത്രങ്ങളാണുള്ളത്, ആയുധങ്ങളല്ല. പക്ഷെ അതിനെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. അതിനെ, ആ തന്ത്രങ്ങളോട് നിങ്ങൾ ഒരിക്കലും അതിനോട് അതിനോട് കോംപ്രമൈസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അതിനെ എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്താൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരിക്കലും പിശാചിനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം. പിശാചിനെ നിങ്ങൾക്ക് ജയിക്കുവാൻ വേണ്ടി പറ്റും. തന്ത്രങ്ങളെ നിങ്ങൾക്ക് ജയിക്കുവാൻ വേണ്ടി പറ്റും. ഇവിടെ പറയുന്ന കാര്യം, സർവായുധ വർഗം നിങ്ങൾ ധരിച്ചു കൊള്ളണം. സർവായുധ വർഗം. നമ്മൾ കർത്താവിലേക്ക് വരുന്ന ആ സമയം തൊട്ട് നമ്മളുടെ മേൽ ദൈവത്തിന്റെ സർവായുധ വർഗമുണ്ട്. അതാണ് സത്യം. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള റെവലേഷൻ ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിൽ നിന്നും നമ്മളുടെ മേൽ ആക്ടിവേറ്റ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള റെവലേഷൻ ഉണ്ടായിരിക്കണം. റെവലേഷൻ ഒരു വ്യക്തിയുടെ മേലേക്ക് വരുമ്പോൾ അതൊരു ഒരു വൃക്ഷത്തിന്റെ മേൽ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്ന പോലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കാം, കാണാതെ പറയാം. പക്ഷെ എന്ന് നിങ്ങളുടെ ആത്മാവിൽ നിന്നും അത് റെവലേഷനായിട്ട് പുറപ്പെട്ടു വരുന്നു, അത് നിങ്ങളുടെ ഉള്ളിൽ ഫ്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു റെവലേഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുകയാണ്, അത് മറ്റാരുടെയും സർവായുധ വർഗമല്ല, അത് ദൈവത്തിന്റെ സർവായുധ വർഗമാണ്. രണ്ടാമത്തെ കാര്യം, അത് സർവ
ആയുധവർഗമാണ്. അതിനകത്ത് എല്ലാ വെപ്പൺസും ഉണ്ട്. പിശാചിനോട്, പിശാചിന്റെ ആയുധങ്ങളോടല്ല, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം സകല ആയുധങ്ങളും നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുക. ഇന്ന് ആരെങ്കിലും എന്നോട് ഭയത്തോടെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സർവായുധവർഗം നൽകപ്പെട്ടിരിക്കുന്നു. ആ റവലേഷനെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളിൽ കൂടെ ആ ആയുധത്തിന്റെ ശക്തി വെളിപ്പെടും. ആ ആയുധം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ആ ആയുധം കൊണ്ട് നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കും. ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ഇതൊന്നുമല്ല, പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ബിഗിനിങ് മാത്രമായിട്ട് പറഞ്ഞു. കാര്യം ഇന്ന് എനിക്കറിയാം, ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കും. ഇതൊരു സാധാരണ മെസ്സേജ് അല്ല. മേ ബി നിങ്ങൾക്ക് തോന്നാം ഒരു സാധാരണ മെസ്സേജ് വരും, പക്ഷെ ഇതിനകത്ത് വലിയ വെളിപ്പെടൽ, വലിയ ഡെലിവറൻസ് സംഭവിക്കാൻ പോകും. ഇത് കേൾക്കുന്ന വ്യക്തിയുടെ മേൽ, ഇതാര് വിശ്വസിക്കുന്നു അവരുടെ മേൽ ദൈവത്തിന്റെ ഡെലിവറൻസ് വെളിപ്പെട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയുവാണ് 12-ാമത്തെ വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം അത് മാനുഷികമല്ല, അത് സ്പിരിച്വലാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണാത്ത ഒരു ആത്മീയ ലോകമുണ്ട്. ഈ ആത്മീയ ലോകത്തിന്റെ സ്വാധീനത്തിലാണ് സർവ്വലോകവും കിടക്കുന്നത്. നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, അതിന്റെ പുറകിൽ ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുവാണ്, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, അത് ജഡരക്തങ്ങളോടല്ല. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഒരു വ്യക്തിയോ ഒരു കുടുംബമോ നിമിത്തമല്ല, അതിന്റെ പുറകിൽ ഒരു സ്പിരിച്വൽ ഫോഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അത് വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളുണ്ട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയുണ്ട്. ആകെ ഒരു മനുഷ്യനുണ്ട് ഇത്ര ആൾക്കാർ പോരാട്ടമായിട്ട് നിൽക്കുവാണ്. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുക. പക്ഷേ ദൈവം പറയുവാണ്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റും. നമുക്കറിയാം, ഗോലിയാത്ത് ദാവീദിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഗോലിയാത്തിന്റെ ശക്തി അത് മാത്രമേ മറ്റുള്ളവർ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ആ വലിപ്പം, ശക്തി, കയ്യിലുള്ള ആയുധങ്ങൾ, ഇതൊക്കെ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. എന്നാൽ ഗോലിയാത്തിനെ വീഴ്ത്താൻ പറ്റിയ ഒരു പോയിന്റ് ഉണ്ട്, അത് നെറ്റിയാണ്. പരിശുദ്ധാത്മാവ് ദാവീദിൽ കൂടെ പ്രവർത്തിച്ചപ്പോൾ അതേ പോയിന്റിൽ ദാവീദ് എറിഞ്ഞ കല്ല് വന്നു വിട്ടു. ഞാൻ പറയുന്ന കാര്യം, നിങ്ങളുടെ ശത്രുവിന്റെ ബലഹീനതയെ കുറിച്ച് നിങ്ങൾക്ക് റെവലേഷൻ ഉണ്ടെങ്കിൽ ശത്രു താഴ്ത്തും. എരിഹോ മതിലിന് ചുറ്റും യോശുവയും കൂട്ടരും നടക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു റെവലേഷൻ കൊടുത്തിരിക്കുക, ഇത്ര ദിവസം ചുറ്റിക്കഴിയുമ്പോൾ ഈ മതിൽ താഴെ പോകും. അത് മാനുഷികമല്ല, അത് സ്പിരിച്വലാണ്. അവരുടെ വാർഫെയർ മാനുഷികമായിട്ടല്ല, സ്പിരിച്വൽ തലത്തിലായിരുന്നു. ഞാൻ പറയുന്ന കാര്യം, ദൈവം ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഓർത്തോണം, ആ മേഖലയിൽ വിടുതൽ സംഭവിച്ചു. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ മേ ബി നിങ്ങൾ കുടുങ്ങിക്കിടക്കുമായിരിക്കാം, പക്ഷെ ദൈവം നിങ്ങൾക്ക് ചില ഏരിയകൾ വെളിപ്പെടുത്തി തരും. അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഓർത്തോണം, അതിൻ്റെ മേൽ ഡെലിവറൻസ് സംഭവിച്ചു കഴിഞ്ഞു. എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ദൈവസ്ഥാനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ റെവലേഷനെ തരും. ഇവിടെ ദൈവം പറയാം, പോരാട്ടമുണ്ട്. ആരോടൊക്കെ പോരാട്ടമുണ്ടെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക. കാരണം അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ജയിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പറയേണ്ട കാര്യം, എന്ത് കാര്യമായിക്കോട്ടെ ദൈവം വെളിപ്പെടുത്തിയ ഓർത്തോണം, അതിൻ്റെ മേൽ നിങ്ങൾക്ക് ജയമുണ്ട്. ചില ആൾക്കാർക്ക് ദൈവം ചില വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് മേ ബി അവരുടെ അപകടങ്ങളായിരിക്കും, എന്തെങ്കിലും രോഗങ്ങളായിരിക്കും, അത് വെളിപ്പെടുത്തി തന്ന ഓർത്തോണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനെ ജയിക്കുവാൻ നിങ്ങൾക്ക് പറ്റും. കാരണം ശത്രുവിന്റെ പ്ലാനിനെ ഓൾറെഡി പൊളിച്ചടുക്കിയിരിക്കുക, അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല.
അതിനാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഇതേ റെവലേഷൻ മാനിഫെസ്റ്റഡ് ആവാൻ വേണ്ടി പോകും. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ എതിർത്ത് നിൽക്കാൻ വേണ്ടി പോകും. എതിർത്ത് നിൽക്കുക മാത്രമല്ല, നിങ്ങളിൽ കൂടെ യേശു ക്രിസ്തുവിന്റെ ജയം വെളിപ്പെട്ടു വരും. യേശു ക്രിസ്തുവിന്റെ ജയം നിങ്ങളിലൂടെ വെളിപ്പെട്ടു വരും. എന്നിട്ട് പറയുവാണ്, അതുകൊണ്ട് നെക്സ്റ്റ് വേഴ്സ് പറയുവാണ്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. ഈ വാക്യം നോക്കുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും, ഒരു ദിവസം മേ ബി അത് നിങ്ങൾക്ക് അനുകൂലമായ ദിവസമല്ല, എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായെന്ന് വന്നേക്കാം. പക്ഷേ ദൈവം പറയുവാണ്, ആ സമയത്ത് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റും. അതിനോട് ദൈവം തന്നതാണ്. ഈ പ്രശ്നം ദൈവം തന്നതാണ്. ദൈവത്തെ സ്തുതിക്കുന്നല്ല പറയണ്ടേ, ഇത് വരുന്നത് പിശാചിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ എതിർത്ത് നിനക്ക് എതിർക്കാൻ വേണ്ടി പറ്റും. പിന്നെ പറയാ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്. ഇപ്പൊ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ എതിർക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതിനെ എതിർക്കുക. അതിനൊരു സമാപനമുണ്ട്, അതിനൊരു എൻഡ് ഉണ്ട്. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം അത് ഒരിക്കലും തീരത്തിലെന്ന് നിങ്ങൾ വിചാരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാം, അതിനൊരു എൻഡ് ഉണ്ട്. ഈ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ കഷ്ടപ്പാടിൽ കഴിയുന്ന സമയത്ത്, അടിമത്തത്തിൽ കഴിയുമ്പോൾ അവർ മാനുഷികമായിട്ട് ചിന്തിച്ച അതിനൊരു എൻഡില്ല. ഫറവോൻ ഒരിക്കലും അവരെ വിടാനും പോകുന്നില്ല. അത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷേ അതിനൊരു എൻഡ് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം കറക്റ്റായിട്ട് പറഞ്ഞു, ഇതുപോലെ ഇത്ര ദിവസം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ പുറത്തു വരും. കാരണം ദൈവത്തിന് ആരംഭവും അവസാനവും അറിയാം. ഇതാണ് സത്യം. അപ്പൊ ദൈവം നിങ്ങളോട് കാര്യം വരുന്നതിന് മുമ്പേ പറയുവാണ്, ദുർദോഷം വരാം, പക്ഷെ നിങ്ങൾ എതിർത്ത് നിൽക്കണം. അതിനുശേഷം സംഭവിക്കുന്ന കാര്യം, സകലവും സമാപിക്കും. ഇത് എൻഡായി പോകും. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ട്രഗിള് എൻഡായി പോകും. ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുവാണ്, എല്ലാം എൻഡായിട്ട് സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ വേണ്ടി പോകുക. ഞാനത് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പോവുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് മൂവ് ചെയ്യാൻ വേണ്ടി പോകും. അത് മൂവ് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അത് എൻഡായി മാറട്ടെ, അത് സമാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്. നിങ്ങൾ ആ സമയത്ത് താഴെ പോവുകയല്ല. ചില ആൾക്കാർ വലിയ എന്താ പറയുന്നത്, ചില ഗുസ്തി മത്സരങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ സ്ട്രഗിൾ ചെയ്ത് ജയിച്ചെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ ഈ സ്ട്രഗിളിന്റെ പ്രശ്നം കാരണം ചിലപ്പോൾ പുള്ളിക്കാരന് നേരെ നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതായത് പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്താലും നിങ്ങൾ നിവർന്ന് നിൽക്കും. നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയും. ദൈവം പറയാം, നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന സീസൺ വരും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി പോകത്തില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന സീസൺ വെളിപ്പെടും. ഉറച്ചു നിൽക്കുന്ന സീസൺ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം എടുത്തുകൊള്ളുക. ഇതെല്ലാം കഴിയണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ സർവായുധ വർഗത്തെ കുറിച്ചുള്ള റെവലേഷൻ നിങ്ങളുടെ ഉള്ളിൽ വേണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിനെ എടുത്തുകൊള്ളുക. ഇംഗ്ലീഷിൽ പറഞ്ഞ wherefore take unto you the whole armor of God. അതിനെ നിങ്ങൾ എടുത്തുകൊള്ളണം. ആ റെവലേഷൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ അതിനെ എടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ്, ഒരു സ്പിരിച്വൽ കാര്യം ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആക്ടിവേറ്റ് ആകുന്ന റെവലേഷൻ വഴിയാണ്. റെവലേഷൻ വന്നു കഴിയുമ്പോൾ അത് നിങ്ങളുടേതായിട്ട് മാറും. അതുകൊണ്ട് ദൈവം പറയാം, അതിനെ എടുത്തുകൊള്ളണം. ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം, ആർമർ ഓഫ് ഗോഡ്, ഇന്ന് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. നിങ്ങളൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മെസ്സേജ് കേൾക്കുന്നത്. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക,
അതിനെ എടുത്തു കൊടുക്കുക. അതിനെ എടുത്തു കൊടുക്കുക. ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല. ആർക്കും പറ്റത്തില്ല. ഇമ്പോസിബിൾ. ചില ആൾക്കാർ പറഞ്ഞു പിശാചുമായിട്ടുള്ള ബാറ്റിൽ എന്ന് പറഞ്ഞാൽ പോരാട്ടത്തെ കുറിച്ച് ചില ആൾക്കാർ പറയുക, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നു, ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം വന്നു. പക്ഷെ ബൈബിളിൽ പറയുന്ന കാര്യം, ജയം നിങ്ങൾക്കായിരിക്കും. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, എങ്ങനെയൊക്കെ പ്രസംഗിച്ചോട്ടെ, പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ പറയാണ് നിങ്ങൾക്കായിരിക്കും ജയം. ഞാൻ ആ വചനത്തിലോട്ട് വരാം. ഇവിടെ പറയുവാണ്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചു. ഇതിനകത്ത് ഫസ്റ്റത്തെ കാര്യം എല്ലാവരും ഒത്തിരി പേര് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം എന്ന ബെൽറ്റ് ഉണ്ടായിരിക്കും. സത്യം, സത്യം എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. നിങ്ങളുടെ അടിസ്ഥാനം. പഴയ സമയങ്ങളിൽ ഒരു വസ്ത്രത്തെ എന്താ പറയുന്നത്, ശരീരത്തോട് പിടിച്ചു നിർത്തുന്ന ബെൽറ്റ്. ഈ ബെൽറ്റ് കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ ആ വസ്ത്രം അവിടെ പ്രോപ്പറായിട്ട് നിൽക്കത്തില്ല. അപ്പൊ ബെൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിൽക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ആ ബെൽറ്റ് നിങ്ങളുടെ മേൽ വേണം. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് അതല്ല. ഞാൻ അതിലോട്ട് വരാൻ വേണ്ടി കുറച്ച് സ്പീഡിൽ പോവാണ്. രണ്ടാമത്തെ പറഞ്ഞ കാര്യം, നീതി എന്ന കവചം ധരിച്ചു. നിങ്ങൾക്കൊരു അവിടെ ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്, നിങ്ങൾക്കൊരു കവചമാണ്. നിങ്ങളുടെ ചെസ്റ്റ് പാർട്ടിനെ മറയ്ക്കാൻ വേണ്ടി ഒരു കവചമുണ്ട്. ഈ കവചത്തിന്റെ പ്രത്യേകത, എത്ര ആയുധം വന്നാലും അതിനെ തടുത്തു കളയും. അത് നിങ്ങളുടെ ഉള്ളിലോട്ട് കയറത്തില്ല. അതിന് പറഞ്ഞ പേരാണ് ദൈവത്തിന്റെ നീതി. നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ നീതിയിലാണ്. ഞാനോ നിങ്ങളോ നിൽക്കുന്നത് എന്റെയോ നിങ്ങളുടെയോ സ്വനീതിയിലല്ല, ദൈവം യേശുക്രിസ്തുവിൽ കൂടെ തന്ന നീതിയിലാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നീതി കൃപയാൽ ലഭിച്ചിരിക്കുക. അതിനകത്ത് നിൽക്കണം. ദൈവത്തിന്റെ നീതി നിങ്ങൾ മുമ്പോട്ട് പോകണം. അടുത്ത പറയുക, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. എപ്പോഴും ദൈവത്തിന്റെ സുവിശേഷം പറയാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അത് കാലിലെ ചെരുപ്പാണ്. ഇതൊരു വെപ്പണാണ്. നിങ്ങൾ ഒരു ബോണ്ടേജ് കിടക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഫാമിലിയോട് ദൈവത്തിന്റെ സുവിശേഷം പറയുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരു വെപ്പണിനെ അവിടെ യൂസ് ചെയ്യുക. അതവിടെ ചെല്ലും, ആ ബോണ്ടേജിനെ ബ്രേക്ക് ചെയ്യും. നിങ്ങൾ പറയും, യേശു രക്ഷകൻ, യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നിങ്ങൾ യേശുവിനെ രക്ഷിതാവായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഈ പാപം മാറിപ്പോകും, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറും. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഇത് പറയുമ്പോൾ ബോണ്ടേജ് കിടക്കുന്നയാളുടെ ബോണ്ടേജ് പൊട്ടിപ്പോകും. കാരണം ഇതൊരു ആയുധമാണ്. സമാധാന സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പായിരിക്കും. നിങ്ങൾക്ക് കവചം കാണും, നിങ്ങൾക്ക് ബെൽറ്റ് കാണും, പക്ഷെ ചെരുപ്പില്ലെങ്കിൽ പ്രയോജനമില്ല. കാരണം ചെരുപ്പ് വേണം. സുവിശേഷം എപ്പോഴും പറയാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കണം. വരും വരായ്മകളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം, ദൈവം ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പറഞ്ഞിരിക്കുന്നു. അതിനുള്ള ധൈര്യമുണ്ട്. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേറെ എന്താ പറയുക, നിങ്ങളുടെ വേറെ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ മാറുകയും ഈ ഒരു ഏരിയ നിങ്ങൾക്ക് പറ്റിയതല്ല. സമാധാന സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കും. ഇവിടെ പറയുന്ന കാര്യം, ഞാൻ പറഞ്ഞു, ദുഷ്ടന്റെ തീയമ്പുകൾ, പിശാചിന്റെ സകല പ്രവർത്തികൾ നോക്കിക്കോണേ, ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം. ഞാനത് ഇംഗ്ലീഷ് ഭാഷയിൽ വായിക്കുകയാണ്. എബോവ് ഓൾ ടേക്കിംഗ് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് wherewith you shall be able to quench all the fiery darts of the wicked. അതായത് ദുഷ്ടന്റെ ചില കാര്യങ്ങളെ, ചില അമ്പുകളെ മാത്രമല്ല, എല്ലാ അമ്പുകളെയും കെടുത്താൻ പറ്റിയ വിശ്വാസം എന്ന പരിച. ഇവിടെയാണ് പലർക്കും തെറ്റിപ്പോകുന്നത്. പിശാചിന് നിങ്ങളെ ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഈ വാക്യം എഴുതേണ്ട എങ്ങനെയായിരുന്നു? ദുഷ്ടന്റെ ചില അമ്പുകളെ
കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം. ഓൾ ഫിയറി ഡാർട്സ് ക്വൻച്ച് ഓൾ ദ ഫിയറി ഡാർട്സ് ഓഫ് ദ വിക്കർ. എല്ലാ അമ്പുകളും, ചില അമ്പുകളെയല്ല, ഈ എല്ലാ അമ്പുകളെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം. ഇതാണ് ഞാൻ പറഞ്ഞ വാർഫെയർ. വാർഫെയർ ഉണ്ട്, സ്പിരിച്വൽ ബാറ്റിൽ ഉണ്ട്. പക്ഷേ ഈ എല്ലാത്തിനെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച ഈ എടുത്തുകൊണ്ട് നിൽപ്പിൻ. നിങ്ങൾ വിശ്വാസം എന്ന പരിച എടുക്കണം. പ്രശ്നം വരുന്ന സമയത്ത് എന്റെ വിശ്വാസത്തിൽ ആശ്രയിച്ച താഴെപ്പോ. പക്ഷെ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ വിശ്വാസം യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടല്ല. ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തെ തന്ന് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതേ വിശ്വാസത്തെ നിങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കണം. സകല മേഖലകളിൽ എന്തായിക്കോട്ടെ, നിയമം മാറിക്കോട്ടെ, റിസഷൻ വന്നോട്ടെ, രോഗം വന്നോട്ടെ, പ്രതികൂലം വന്നോട്ടെ, എന്തു വന്നാലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പിടിച്ച ആ പ്രതികൂലത്തെ നിങ്ങൾക്ക് താഴെപ്പെടാം. ഇതാണ് സത്യം. ഇതാണ് സത്യം. ചില ആൾക്കാർ പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് മാറാൻ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, വിശ്വാസ എന്ന പരിചയം എടുത്താൽ ആ വരുന്ന അമ്പിനെ സകലതിനെ നിങ്ങൾക്ക് നിർവീര്യമാക്കാൻ വേണ്ടി പറ്റും. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ചെയ്യത്തില്ല. ഇതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ലാസ്റ്റത്തെ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇവിടെ പറഞ്ഞ കാര്യം ഇങ്ങനെ, സകല പ്രാർത്ഥനയാലും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന വേണം. യാചനയാലും, പ്രാർത്ഥനയുടെ പല വേർഷൻസാ, പ്രാർത്ഥന, യാചന, പിന്നെ പറയും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഏത് നേരത്തും, ചില നേരത്തല്ല, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയിലുള്ള പ്രാർത്ഥന അത് ഒരു ആയുധമാണ്. എപ്പോഴും സ്പിരിറ്റിലായിരിക്കണം, എപ്പോഴും ആത്മാവിലായിരിക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി ദൈവത്തിന്റെ ഒരു വേല ചെയ്യിച്ചു, ഷണ്ണനോട് സുവിശേഷം പറയിപ്പിച്ചു. അതിനുശേഷം പിന്നെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി അസ്തോദിൽ പിന്നെ കണ്ടു. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അത് ഒരു വെപ്പണാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ചില പ്രൊജക്റ്റുകൾ നിങ്ങളുടെ നാവിൽ കൂടെ നിങ്ങൾ പറയുക, ചില റെവലേഷൻസിനെ പറയുക, ചില ആയുധങ്ങളെ റിലീസ് ചെയ്യുക. ദൈവത്തിന് ആത്മാ പറയാം, ഈ ആയുധവർഗം നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് പറയുകയാണ്, അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത പ്രാപിക്കുക. ഞാൻ ഇവിടെ വേല ചെയ്യുക. അപ്പോസ്തലൻ പൗലോസ് പറയാം, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നതാണ്, പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന എന്റെ മേലൊരു പ്രൊട്ടക്ഷൻ ആണ്. ദൈവത്തിന്റെ ആത്മാ പറയുന്ന കാര്യം. ഇന്ന് ഞാൻ പറയാം, ഈ ഒരു മെസ്സേജിന് വലിയ ഭംഗിയൊന്നുമില്ല, വലിയ ആകർഷണമായ എന്താ പറയുക, അങ്ങനെ ഒരു വാക്കുകളൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് ഇത് സംസാരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, ഇന്ന് ഇത് പറയുന്ന സമയത്ത് സ്പിരിച്വൽ മേഖലയിൽ ചില കോട്ടകളും തകർന്നു പോവുക. നിങ്ങളെ മുന്നോട്ട് വിടത്തില്ല. എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്തുനിന്ന് വീണ്ടും മുളയ്ക്കാൻ വേണ്ടി പോവുക, വീണ്ടും ശക്തി പ്രാപിക്കാൻ വേണ്ടി പോവുക. ശക്തി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞാൻ റിലീസ് ചെയ്യുന്ന എതിരായിട്ടുള്ള സകല കോട്ടകളെ, സകല തന്ത്രങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. കുറയത്തില്ല, കൂടി വരും. താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ശത്രു ഒരു വഴിയായിട്ട് വരും, പക്ഷെ 7 വഴിയായിട്ട് ചെതറിപ്പോ. വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി പോവാം. നിങ്ങൾ ദേശത്തെ കൈവശമാക്കും. നിങ്ങൾ ശത്രുവിന്റെ മേൽ ജയമെടുക്കും. ഒരായുധവും നിങ്ങൾക്കെതിരായിട്ട് വരുന്ന ഫലിക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നു?
എത്ര പേര് ഈ മെസ്സേജിനെ ഏറ്റെടുക്കും? യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന ചില വ്യക്തികൾ ഇത് കേൾക്കുന്നു. ഈ സമയത്ത് ദൈവം ആ ഒരു കേഴ്സിനെ ബ്രേക്ക് ചെയ്യുക, ആ ഒരു സ്പിരിച്വൽ ബാറ്റലിനെ ബ്രേക്ക് ചെയ്യുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോവുക. ഞാൻ പിന്നെയും കാണുന്ന കാര്യം, ചില അൾസേഴ്സ് ഹീലാകാൻ വേണ്ടി പോവുക. വയറുമായി ബന്ധപ്പെട്ട് ചില അൾസേഴ്സ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകുന്നു. ചില ന്യൂറോപ്പതി രോഗങ്ങൾ നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ ബോഡി ഇൻവോളണ്ടറി മൂവ് ചെയ്യും. പെട്ടെന്ന് നിങ്ങൾ വിറയ്ക്കുന്ന പോലെ ഈ സമയത്ത് ദൈവം നിങ്ങളെ സൗഖ്യമാക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ റിലീസ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിട്ടുമാറാത്ത ചുമയം ഒത്തിരി നാളായി, അത് ഈ സമയത്ത് ഹീലാക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, എന്നെ കാണുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വാതിലുകൾ ഓപ്പൺ ആകട്ടെ. അവരുടെ പ്രോസസ്സുകൾ, വിസ പ്രോസസ്സുകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ നോർമലൈസ് ആക്കുന്നു. അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവേ, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ വചനങ്ങളെ ചലിച്ചു അതങ്ങ് പ്രവൃത്തി ചെയ്ത് കൃപയ്ക്കായിരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക, ഈ മെസ്സേജ് ചെറുതായിരിക്കാം, സിമ്പിൾ ആയിരിക്കാം, പക്ഷെ ഇതിനകത്ത് വലിയ ഒരു ശക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കിത് ഈ മെസ്സേജ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, റിയൽ ആയിട്ട് നിങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഒരു 10 പേർക്ക്, ഒരാൾ 10 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. മിനിമം എത്ര പേർക്കും ഷെയർ ചെയ്യുക. കാര്യം ഇതിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീണ്ടും വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളും മീറ്റിങ്ങുകളും ഇതിനകത്ത് വരാൻ വേണ്ടി പോവുക. ഇതുവരെ ഇല്ലാത്ത ചില മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ഇതിലൂടെ കാണാൻ വേണ്ടി പോവുക. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.